സകല മനുഷ്യരുടെ പാവങ്ങൾക്കായി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്ന് ഒരു റിട്ടയർഡ് IPS ആയിട്ടുള്ള അലക്സാണ്ടർ ജേക്കബ് സാറിന് ഒരു മറുപടി കൊടുക്കാമല്ലോ എന്ന് വെച്ച് വന്നാണ്. ഇസ്ലാമിന് വേണ്ടിയും മറ്റു മതത്തിനു വേണ്ടി സംസാരിക്കുന്ന ആളാണ് അദ്ദേഹം. പക്ഷേ ഇസ്ലാമിന് വേണ്ടി എത്ര തക്കി അടിച്ചാലും ഇസ്ലാമികൾ പോലും തിരുത്താതെ തോളത്ത് കൈയിട്ടുകൊണ്ട് നടത്തുകയാണ് അലക്സാണ്ടർ സാറിനെ. സാറ് നല്ലൊരു IPS കാരനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ പോലെ വിദ്യാഭ്യാസം കുറവുള്ള ഒരാള്, എൻ്റെ വിദ്യാഭ്യാസം വളരെ കുറവുള്ള ഞാൻ വന്ന് സാറിന് ഒരു മറുപടി തരണമെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു മറുപടി തരണമെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ സാറിൽ എത്രത്തോളം പൊട്ടത്തരവും കള്ളത്തരവും ഉണ്ടെന്ന് ജനങ്ങൾക്ക് ബോധ്യമാകുന്നു എന്നുള്ളതൂടെ ബോധ്യമാകും. കാരണം എൻ്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് 10ാം ക്ലാസ് വരെയൊക്കെ ഉള്ളൂ. അതിനേക്കാളും വിദ്യാഭ്യാസം കൂടുതലായിട്ടുള്ള ആളാണ് IPS കാരനായ അലക്സാണ്ടർ ജേക്കബ്. എനിക്ക് വിദ്യാഭ്യാസം കുറഞ്ഞവനാണോടാ സംസാരിക്കുന്നതൊക്കെ ചോദിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ എനിക്കതിലൊന്നുമില്ല. പക്ഷെ എൻ്റെ മുസ്ലിങ്ങളെ, നിങ്ങൾ ഇങ്ങനെ കള്ളത്തരം പറയാൻ വേണ്ടി ഒരാളെ ഇങ്ങനെ കൊണ്ടുപോയി നടക്കുന്നതിനെ പറ്റി ഓർക്കുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുന്നു. പിന്നെ ജീവിതത്തില് ഇങ്ങനെ അധികമായി കള്ളം പറയാൻ എങ്ങനെ സാധിക്കുന്നു സാറേ? അതുകൂടാതെ സാറ് പറയുന്ന പല കാര്യങ്ങൾക്കും തെളിവുകളില്ല. പോട്ടെ, ഒരു മതത്തിന് വേണ്ടിയാണല്ലോ പറയുന്നത്. അതിലുള്ളവർ പോലും അതൊന്ന് തിരുത്താൻ സാറിനെ സമീപിക്കുന്നുമില്ല. അത് ഓർക്കുമ്പോഴാണ് ഏറ്റവും വലിയ ഒരു സങ്കടം തോന്നുന്നു. വേറൊന്നുമല്ല, ഒരു മനുഷ്യർ തെറ്റ് പറഞ്ഞു. ആ തെറ്റ് പറഞ്ഞതിനെ സാറേ അങ്ങനല്ല, അത് തിരുത്തി പറയണമെന്ന് ചെന്ന് പറയാൻ പോലും ഈ ഇസ്ലാമികൾക്ക് ഒരു താല്പര്യമില്ല. കാരണം അവർക്ക് എങ്ങനെയെങ്കിലും ഇസ്ലാമിനെ, ഇസ്ലാം അല്ലാത്തവർ, ഇസ്ലാമായിട്ടുള്ളവർ പറയുന്നത് മുഴുവനും ഇപ്പോൾ ഒരു വഴിയായി. അപ്പൊ ഇസ്ലാം അല്ലാത്ത ആൾക്കാർക്ക് കൂലിവേലക്കാരായിട്ട് നിന്നുകൊണ്ട് എന്ത് കള്ളത്തരം പറഞ്ഞു കഴിഞ്ഞാലും അലക്സാണ്ടർ ജേക്കബ് സാറിന് കൈയടി മേടിച്ചു കൊടുക്കാൻ ഇഷ്ടംപോലെ മുസ്ലിങ്ങളുണ്ട്. നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കണേ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇദ്ദേഹം പറഞ്ഞത് എന്താണെന്ന്. ഇദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾ തന്നെ അങ്ങ് കേട്ടോളൂ. 68-58 വയസ്സുള്ള സ്ത്രീയെ കെട്ടുന്നത് മറ്റാവശ്യങ്ങൾക്കല്ലല്ലോ. പ്രവാചകന് സുന്ദരികളായ സ്ത്രീകളെ വേണമായിരുന്നെങ്കിൽ അറബിദേശത്തെ ഏറ്റവും സുന്ദരികളായ 10 കന്യകമാരൊക്കെ തപ്പിപ്പിടിച്ചു വരാൻ ഏറ്റവും സുന്ദരിയായ കന്യകമാരെ പ്രവാചകന് കിട്ടില്ലായിരുന്നു. പ്രവാചകൻ വിധവ സ്ത്രീക്ക് ഒരു സ്ഥാനം കൊടുക്കുകയാണ്. 8-ൽ 7 സ്ത്രീകളും വിധവകൾക്കൊരു പൊസിഷൻ കൊടുത്തു പ്രവാചകൻ. ആ പൊസിഷൻ കൊടുക്കുമ്പോൾ വിധവയല്ലാത്ത ഒരു സ്ത്രീ മാത്രമേ പ്രവാചകന് ഭാര്യയായിട്ടുണ്ടായിരുന്നു. അതാണ് ആയിഷ. ഈ ആയിഷയ്ക്ക് 6 വയസ്സേ ഉള്ളൂ എന്ന് പറഞ്ഞ് കുറേ വിഡ്ഢി കൂശ്മാണ്ഡങ്ങൾ ഇസ്ലാമിനെ എതിർക്കുന്നത് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ആയിഷയ്ക്ക് ആക്ച്വലി 23 വയസ്സ് പ്രായമുണ്ടായിരുന്നു. AD 573 അബൂബക്കർ ജനിക്കുന്നത്. അബൂബക്കർ 16ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു. AD 589 കല്യാണം കഴിച്ചു. AD 591 അബൂബക്കർ 2ാമത്തെ കല്യാണം കഴിച്ചു. AD 597-98 കാലഘട്ടത്തിലാണ് ആയിഷ ജനിക്കുന്നത്. ആയിഷയ്ക്ക് പ്രവാചകൻ വിവാഹം കഴിക്കുമ്പോൾ 22-23 വയസ്സുണ്ട്. കേട്ടോ, 20 ശരിയാണ് വരുന്നത്. എത്ര വയസ്സെന്നൊക്കെ ഈ പറയുന്ന ഈ മഹാനെഴുന്നോട് തള്ളി വിടുന്നത് വിഡ്ഢിക്കുഷ്മാണ്ഡങ്ങള്. ഇസ്ലാമിനെ എതിർക്കുന്നത് ഇദ്ദേഹം ഇരുന്നോണ്ട് അങ്ങ് പറയാണ്. ആ സദസ്സിലൊക്കെ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ടെങ്കിലേ അത് കഴിയുമ്പോഴേ ഇതിന്റെ അടുത്തൊരു വീഡിയോ ഇത് തിരുത്തി വിടണ്ടേ നിങ്ങള്? കാരണം മുഹമ്മദിന്റെ ജീവിതത്തിൽ ഏറ്റവും ചീത്തപ്പേരുണ്ടാക്കിയ സംഭവങ്ങളൊന്നാണ് ആയിഷയുമായിട്ടുള്ള വിവാഹം. 50 കഴിഞ്ഞപ്പോഴ് വെറും 6 വയസ്സ് പ്രായമുള്ള ആയിഷയെ മുഹമ്മദ് നിക്കാഹ് കഴിച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ഒരു മാതൃക കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. ഈ നിക്കാഹിനെ കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. ഒരുപാട് ചർച്ചകൾ. പക്ഷെ ഈ 6 വയസ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഇതിനെ 6 വയസ്സല്ല 20 വയസ്സിന് മുകളിലുണ്ടായിരുന്നു എന്നൊക്കെ വന്ന് ഈ തള്ളുമ്പോഴത്തേനും ഈ അലക്സാണ്ടർ സാറിന് കിട്ടിയ ഈന്തപ്പഴോ അല്ല കാരക്കാട പവറൊന്നും ആലോചിച്ച് നോക്കണം നിങ്ങൾ കേട്ടോ. അപ്പൊ ഇദ്ദേഹം പറഞ്ഞ കുറച്ച് വിഡ്ഢിക്കുഷ്മാണ്ഡങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ആദ്യം പറയുന്ന ആരാണെന്ന് നോക്കാം. അനുഭവസ്ഥ തന്നെ കഥ പറയുമ്പോൾ അല്ലെങ്കിൽ അനുഭവം പറയുമ്പോൾ അതിനപ്പുറത്തേക്കൊന്നുമില്ലല്ലോ, ശരിയല്ലേ?
അപ്പൊ അത് തന്നെ നമുക്ക് നോക്കാം. ആയിഷ നിവേദനം: റസൂൽ എനിക്ക് 6 വയസ്സായപ്പോൾ എന്നെ വിവാഹം കഴിച്ചു. എനിക്ക് 9 വയസ്സായപ്പോൾ വീട് കൂടുകയും ചെയ്തു. അവർ പറയുന്നു, ഞാൻ പനി ബാധിച്ച 1 മാസം സുഖമില്ലാതെ തലമുടി കൊഴിഞ്ഞു പോയ ശേഷം ചെറിയ മുടികൾ തലയിൽ ധാരാളം നിറഞ്ഞു. അങ്ങനെ ഉമ്മുറമാന, ആയിഷയുടെ ഉമ്മ, എന്റെ അടുക്കൽ വന്നു. അപ്പോൾ ഞാൻ എന്റെ കൂട്ടുകാരികളോടൊപ്പം ഊഞ്ഞാലിൽ കളിക്കുകയായിരുന്നു. അവർ വലിയ ഉച്ചത്തിൽ എന്നെ വിളിച്ചു. ഞാൻ അവിടെ ചെന്നു. എന്താണ് എന്നെ കൊണ്ട് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് അറിയുമായിരുന്നില്ല. അങ്ങനെ അവർ എന്റെ കൈ പിടിച്ചു വീടിന്റെ വാതിക്കൽ കൊണ്ടുപോയി നിർത്തി. ഞാൻ പേടിച്ചു കിതച്ചു ദീർഘശ്വാസം അയച്ചു. ആഹ് ആഹ് എന്നിപ്രകാരം പറഞ്ഞു. അങ്ങനെ ശ്വാസം ശാന്തമായി എന്നെ ഒരു വീട്ടിൽ പ്രവേശിപ്പിച്ചു. അവിടെ അൻസാരികളിൽപ്പെട്ട കുറെ സ്ത്രീകൾ ഉണ്ടായിരുന്നു. അവർ എനിക്ക് നന്മയും അനുഗ്രഹവും സൗഭാഗ്യവും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ, എന്റെ ഉമ്മ, എന്നെ അവരെ ഏൽപ്പിച്ചു. അവർ എന്റെ തലമുടി കഴുകി നന്നാക്കി തന്നു. ചമയിച്ചു. ലുഹാ സമയത്തല്ലാതെ നബി എന്റെ അടുത്ത് വന്നില്ല. ലുഹാ സമയത്ത് നബി വന്നു. അപ്പോൾ എന്നെ അവർ നബിക്ക് ഏൽപ്പിച്ചു കൊടുത്തു. സ്വഹീഹ് മുസ്ലിം വാല്യം 2 ഭാഗം 16 ഹദീസ് നമ്പർ 69. ഇനി നിങ്ങൾ പറയും, ഇദ്ദേഹം വിളിച്ച ആ വിഡ്ഢി കുഷ്മാണ്ഡത്തില് ആരൊക്കെ പെട്ടു എന്നുള്ളത് നിങ്ങൾ തന്നെ അങ്ങ് പറയും. ഞാൻ പറയുമ്പോഴാണല്ലോ പ്രശ്നം. അനുഭവസ്ഥ പറയുന്നു 6 വയസ്സായിരുന്നു. ആരാണ്? ഭാര്യ തന്നെ പറയുന്നു, ബീവി തന്നെ പറയുന്നു, മുഹമ്മദിന്റെ ബീവി ആയിട്ടുള്ള ആയിഷ തന്നെ പറയുന്നു 6 വയസ്സായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ ആ വിളിയിൽ, ഇദ്ദേഹത്തിന്റെ ആ വിളിയിൽ ആരൊക്കെ പെട്ടു എന്ന് മുസ്ലിങ്ങളെ നിങ്ങളൊന്ന് ചിന്തിച്ചു. എന്തെക്കാളും സ്വഹീഹ് മുസ്ലിം എഴുതിയ ആൾ ആരാണോ അദ്ദേഹവും പെട്ടു. പിന്നെ ആരാ? അനുഭവസ്ഥയായിട്ടുള്ള ആളും പെട്ടു. അപ്പോൾ അലക്സാണ്ടർ ജേക്കബിന്റെ ഭാഷയെ പ്രകാരം ആയിഷയ്ക്ക് ആക്ച്വലി 23 വയസ്സുണ്ടായിരുന്നു. എന്താ അവസ്ഥ! 23 വയസ്സുള്ള കൊച്ച്, അല്ല യുവതി, 6 വയസ്സുള്ളപ്പോ നിക്കാഹ് ചെയ്തെന്ന് പറയുകയാണ്. 6 വയസ്സ് എന്ന് പറയുന്ന ഇസ്ലാമിനെ എതിർക്കുന്ന വിഡ്ഢി കുഷ്മാണ്ഡങ്ങൾ. അപ്പൊ 6 വയസ്സെന്ന് പറയുന്നവർ മുഴുവൻ ഇസ്ലാമിനെ എതിർക്കുന്ന വിഡ്ഢി കുഷ്മാണ്ഡങ്ങളാണ് കേട്ടോ. 6 വയസ്സെന്ന് പറയുന്നവർ മുഴുവനും ഇസ്ലാമിനെ എതിർക്കുന്ന വിഡ്ഢി കുഷ്മാണ്ഡങ്ങൾ. എന്റെ ഭാഷയല്ല, ഇസ്ലാമികൾ തലയിൽ ചുമന്നുകൊണ്ട് കിടക്കുന്ന അലക്സാണ്ടർ ജേക്കബിന്റെ സാറിന്റെ ഭാഷയിലാണ്. അന്നേരം ഇപ്പോൾ ഇസ്ലാമിനെ എതിർത്തതാണോ സാറേ ഈ 6 വയസ്സുള്ള ആയിഷ? ഇതെഴുതിയ മുസ്ലിമും ഇതെഴുതിയ ബുഖാരി. അപ്പൊ ഇവരെല്ലാം ഇസ്ലാമിനെ എതിർത്തവരാണല്ലേ. ഇവരെല്ലാം വിഡ്ഢിക്കുഷ്മാണ്ഡങ്ങളായി. ഇനി അതും പോട്ടെ. 6 വയസ്സ് എന്ന് ആയിഷയ്ക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിലും ശരിക്കും 6 വയസ്സല്ല, 5 വയസ്സും 10 മാസവുമായിരുന്നു. വിവാഹ സമയത്ത് ആയിഷയുടെ പ്രായം ഇന്ന് ഇസ്ലാമിക പണ്ഡിതന്മാർ തന്നെ സമ്മതിക്കുന്നുണ്ട്. ഇസ്ലാമിക ലോകം ആദരിക്കുന്ന പണ്ഡിതനായ സയ്യിദ് സുലൈമാൻ നവമി രചിച്ച AP അബ്ദുൾ റഹ്മാൻ കുരിക്കള് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുകയും അപ്പൊ ആ ഗ്രന്ഥത്തിലൊക്കെ പറയുന്നത് എന്താണെന്നൊക്കെ ഒന്ന് വായിക്കണ്ടേ. 23 വയസ്സ്, ആക്ച്വലി 23 വയസ്സെന്നൊക്കെ പറയുന്ന ആൾക്കാർ ഇത്തരം പുസ്തകങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുക്കുക. അദ്ദേഹത്തിന്റെ കയ്യില് 2 ഹദീസെങ്കിലും ഇട്ട് കൊടുക്ക്. ഞങ്ങളുടെ മുമ്പിലോ ഖുറാനോ ഹദീസും വെച്ച് നീ എന്നൊരു ചർച്ചയ്ക്കും വരത്തില്ല. പക്ഷെ ഒരു 2 ഹദീസെങ്കിലും ഇങ്ങനെ പുകഴ്ത്താൻ വേണ്ടി നടക്കുന്ന ആളിനെല്ലാം കൊണ്ടുപോയി കൊടുക്കുക. അല്ലെങ്കിൽ പുസ്തകം ഒന്ന് വായിക്കാൻ പറയും. അതല്ലേ വേണ്ടത്. അപ്പൊ ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ഒന്ന് നോക്കാം. പ്രവാചകത്വലബ്ധിയുടെ 4-ാം വർഷത്തിന്റെ ആരംഭത്തിൽ ആയിഷയുടെ ജനനവും 10-ാം വർഷത്തിൽ 6-ാം വയസ്സിൽ വിവാഹവും നടന്നുവെന്ന് ചരിത്രകാരനായ ഇബ്നു സൈദ് അഭിപ്രായപ്പെടുന്നു. അദ്ദേഹത്തെ അനുകരിച്ച് മറ്റു ചില ചരിത്രകാരന്മാരും ഇതേ അഭിപ്രായം തന്നെ പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ ഒരു വിധത്തിൽ ഇത് ശരിയാവാൻ സാധ്യത കാണുന്നില്ല. എന്തുകൊണ്ടെന്നാൽ നുബുവത്തിന്റെ 4-ാം വർഷത്തിന്റെ ആരംഭത്തിൽ ജനിച്ചു എന്ന് അംഗീകരിച്ചാൽ നുബുവത്തിന്റെ 10-ാം വർഷത്തിൽ അവരുടെ വയസ്സ് 6 അല്ല 7 ആയിരിക്കും. ഹിജ്റയുടെ 3 വർഷം മുമ്പ് 6-ാം വയസ്സിലാണ് അവരുടെ വിവാഹം നടന്നത്. ഹിജ്റ 1-ാം വർഷം ശവ്വാലിൽ മധുവിധുവും നടന്നു. 18-ാം വയസ്സിൽ, അതായത് ഹിജ്റ 11-ന് റബിയുൽ അവ്വലിൽ വിധവയുമായി. സൗവാങ്കൃതമായ ചരിത്ര വസ്തുതകളാണിവ. ഇബ്നു സൈദിന്റെ അഭിപ്രായം ഈ ചരിത്ര വസ്തുതകളുമായി പൊരുത്തപ്പെടുന്നില്ല. തദടിസ്ഥാനത്തിൽ നുബുവത്തിന്റെ 5-ാം വർഷത്തിന്റെ അന്ത്യം, അതായത് ഹിജ്റയുടെ 9 വർഷം മുൻപ് ശവ്വാൽ ക്രിസ്തുവർഷം 614 ജൂലൈയിലായിരിക്കും
അവരുടെ ശരിയായ ജനനകാലം. മനസ്സിലായോ? അപ്പം എന്താണ് ക്രിസ്തു വർഷം 614. പുള്ളി അവിടുത്തെ കുറച്ച് കണക്കും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. അന്യായ തള്ളാണ് കേട്ടോ. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിന്ന് കപ്പൽ തള്ളി വേണമെങ്കിൽ കട്ടപ്പനയ്ക്ക് കൊണ്ടുപോയി കയറ്റി വെക്കുന്ന ആളാണ് ഇദ്ദേഹം. മമ്മാതിരി തള്ളു തള്ളാൻ മുസ്ലിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു തള്ളു വിദഗ്ധനാണ് ഇദ്ദേഹം. ഇത്തരം പുസ്തകങ്ങളൊക്കെ ഒന്ന് വായിക്കുന്നതുകൊണ്ട് നല്ലതില്ല. ഇനി ആയിഷയുടെ വിവാഹം നടന്നതോടെ ഒന്ന് നോക്കാം. ആ പുസ്തകത്തിൽ തന്നെയാണ്, വേറെ പുസ്തകമൊന്നുമല്ല. ആയിഷയുടെ വിവാഹം ഹിജ്റയുടെ 2 വർഷം മുമ്പാണെന്നും 3 വർഷം മുമ്പാണെന്നും 2.5 വർഷം മുമ്പാണെന്നും ചരിത്രകാരന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. ഖദീജയുടെ നിര്യാണം നടന്ന അതേ വർഷം തന്നെയാണെന്നും അതല്ല അതിനുശേഷം 3 വർഷം കഴിഞ്ഞാണെന്നും മറ്റു ചില റിപ്പോർട്ടുകളുമുണ്ട്. ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം ഇതത്രേ. ഖദീജ നുബുവത്തിന്റെ 10ാം വർഷം ഹിജ്റയുടെ ഏതാണ്ട് 3 വർഷം മുൻപ് റമദാനിൽ അന്തരിച്ചു. അതേ വർഷം 1 മാസം കഴിഞ്ഞ് ഷവ്വാലിൽ ആയിഷയെ നബി വിവാഹം കഴിക്കുകയും ചെയ്തു. അന്ന് ആയിഷയ്ക്ക് 6 വയസ്സ് പ്രായമായിരുന്നു. ഇതനുസരിച്ച് ക്രിസ്തു വർഷം 620 മെയ്യിലാണ് ഹിജ്റയുടെ 3 വർഷം മുമ്പ് ഷവ്വാലിൽ ആയിഷയുടെ വിവാഹം അന്ന് നടന്നിരുന്നെങ്കിലും 3 വർഷത്തിന് ശേഷം 9ാം വയസ്സിലാണ് ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ ഉണ്ടായത്. ഇതും ആ പുസ്തകത്തിന്റെ 36-37 പേജിലുള്ളതാണ്. അപ്പോൾ ആയിഷയുടെ വിവാഹം നടന്നതിന് 3 വർഷത്തിന് ശേഷം 9ാം വയസ്സിലാണ് ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ ഉണ്ടായതെന്ന് പറയുമ്പോൾ, അല്ലയോ സാറേ, കണക്കിലും കാര്യത്തിലും ഒക്കെ ശകലം മുൻപന്തിയിലായിരിക്കുമല്ലോ സാറ്. അപ്പൊ 9ൽ നിന്ന് 3 കുറച്ചാൽ എത്ര ആയിരിക്കും സാറേ? അല്ലെങ്കിൽ നിക്കാഹ് നടന്നിട്ട് 3 വർഷത്തിന് ശേഷം 9ാം വയസ്സെന്ന് പറയുമ്പോൾ എത്രാമത്തെ വയസ്സിലായിരിക്കും സാറേ നിക്കാഹ് നടന്നത്? സാറ് തന്നെ ഒന്ന് പറഞ്ഞാൽ മതി. നമ്മളിനി ഈ IAS ഒക്കെ പദവിയിലുള്ളവർക്കൊക്കെ എന്തിനാണ് ചോദ്യം ചോദിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് കുറെ ഉണ്ട്. ഇപ്പൊ ഇനി കമന്റിലേക്ക് വരും, നിങ്ങൾക്ക് അദ്ദേഹം പഠിച്ച ഇസ്ലാമിനെ പറ്റി അറിയത്തില്ല, അദ്ദേഹം പഠിച്ച ഇസ്ലാം എന്താണെന്നാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? ഇനി അതേ പുസ്തകത്തിൽ 35ാമത്തെ പേജില് ഒരടിക്കുറിപ്പ് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കാം. ഈ ബാല്യകാല വിവാഹം നബിയുടെ വ്യക്തിത്വത്തിന് ചേർന്നതല്ലെന്ന് ധരിച്ച സൂക്ഷ്മതകളല്ലാത്ത ചില ആളുകൾ വിവാഹ സമയത്ത് ആയിഷയുടെ പ്രായം 16 ആയിരുന്നു എന്ന് സ്ഥാപിക്കാൻ വൃഥാശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷെ അവരുടെ വാദത്തിന് ഒരു തെളിവുമില്ല. ഹദീസ് ചരിത്ര കൃതികളിലൊന്നും ഈ വാദത്തിന് പിൻബലം നൽകുന്ന ഒരക്ഷരം പോലും ലഭ്യമല്ല. വിശദീകരണത്തിന് മുവാരിഫിന്റെ 1928 ജൂലൈ ലക്കവും 29 ജനുവരി ലക്കവും നോക്കുക. സാറേ ഓയ് സാറേ, കേട്ടായിരുന്നോ? 16 വയസ്സായിരുന്നു എന്ന് തെളിയിക്കാൻ പോലും ഇസ്ലാമിക പണ്ഡിതന്മാർക്ക് സാധിക്കാത്തടത്താണ് സാറ് വന്നിട്ട് 23 വയസ്സെന്ന് പറയുന്ന സാധനത്തിനെ അങ്ങോട്ട് കേറ്റാൻ നോക്കുന്നത്. സാറിന് വല്ല കാര്യവും മനസ്സിലാവുന്നുണ്ടോ? എവിടെയൊക്കെ പോയിരുന്നുണ്ട് ഇങ്ങനെ ഇരുന്നുകൊണ്ട് പറയുമ്പോഴൊക്കെ ഒന്ന് മനസ്സിലാക്കണ്ടേ സാറേ? വെറുതെ എന്തിനാണ് നിങ്ങൾ ഈ സീറ്റ് ഇട്ട് കൊടുക്കുന്നതെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഒരു വാലറ്റ് ഉള്ളതുകൊണ്ടായിരിക്കാം, പക്ഷെ ഇമാതിരി ഇടപാടൊന്നും കാണിക്കരുത് കേട്ടോ. അപ്പൊ ഈ പറഞ്ഞ വിവരണം അനുസരിച്ചുള്ള വിഷയം എന്താണെന്ന് നോക്കണ്ടേ? ഈ വിവരണം അനുസരിച്ച് വിവാഹ സമയത്തെ ആയിഷയുടെ പ്രായം 6 വയസ്സല്ല 5 വയസ്സും 10 മാസവുമാണ്. AD 614 ജൂലൈ, AD 620 മെയ്. മുഹമ്മദിന്റെ പ്രായം ഏകദേശം 51 വയസ്സും 3 വർഷം കഴിഞ്ഞപ്പോൾ അവരുടെ ദാമ്പത്യ ജീവിതം ആരംഭിച്ചു എന്ന് പറഞ്ഞു. അതായത് ദാമ്പത്യ ജീവിതം ആരംഭിക്കുമ്പോൾ ആയിഷയുടെ പ്രായം 8 വയസ്സ് 10 മാസമാണ്. മുഹമ്മദിന്റെ പ്രായം 54 വയസ്സും. സാറേ, അലക്സാണ്ടർ സാറത് കേട്ടോ? വിവാഹ സമയത്ത് ആയിഷയുടെ പ്രായം 6 വയസ്സല്ല 5 വയസ്സും 10 മാസമാണ്. പിന്നെയും കുറഞ്ഞു സാറേ. 23, 16, 6 അവിടുന്നും പോയി 5 വയസ്സും 10 മാസവുമായി. സാറേ, ഇമാതിരി തള്ളുകളല്ലേ? ഒരൊറ്റ തള്ളായിരുന്നെന്ന് പറഞ്ഞ 23 വയസ്സ് ഏത് വഴിക്ക് പോയി സാറേ? ഇനി മറ്റു ചില ആളുകൾ ഈ വിവാഹത്തെ ന്യായീകരിച്ചുകൊണ്ട് പറയുന്നതൂടെ നമുക്കൊന്ന് നോക്കാം കേട്ടോ. നബിയുടെ ചര്യകൾ ഹദീസുകൾ കണ്ട് മനസ്സിലാക്കുവാനും മനഃപ്പാടമാക്കുവാനും അത് അടുത്ത തലമുറയിലുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനും വേണ്ടിയാണ് ഇത്ര ചെറുപ്രായത്തിലെ ആയിഷ ബീബിയെ തിരുമേനിയുടെ ഭാര്യയായി അള്ളാഹു നിശ്ചയിച്ചതെന്നാണ്
മുഹമ്മദ് പ്രവാചകത്വാവകാശം നടത്തി. 5-ാം വർഷമാണ് ആയിഷ ജനിക്കുന്നത്. 13-ാം വർഷമാണ് മുഹമ്മദിന്റെ ഭാര്യയാകുന്നത്. ചുരുക്കത്തിൽ മുഹമ്മദിന്റെ പ്രവാചകത്വ ജീവിതത്തിലെ ആദ്യത്തെ 13 വർഷത്തെ കാര്യങ്ങളൊന്നും ആയിഷയ്ക്ക് നേരിട്ട് അറിയാവുന്നതല്ല. കേട്ടുകേൾവികൾ മാത്രമാണ്. ദൃക്സാക്ഷി എന്ന നിലയിൽ മുഹമ്മദിന്റെ പ്രവാചക ജീവിതത്തിലെ വെറും 10 വർഷത്തെ ചില കാര്യങ്ങളെക്കുറിച്ചേ ആയിഷയ്ക്ക് ആധികാരികമായിട്ട് പറയാൻ അറിയത്തുള്ളൂ. ആധുനിക ദാവാക്കാരിൽ ചിലര്, അല്ലെന്നുണ്ടെങ്കിൽ ആധുനിക ദാവാക്കാർക്ക് വേണ്ടി വാദിച്ചു നടക്കുന്ന ഇദ്ദേഹത്തെ പോലുള്ള കുറെ മനസ്സിളക്കപ്പെട്ട ടീമുകള് ചിലർ പറയുന്നത് പോലെ ആയിരുന്നു കാര്യമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 23 വർഷമെങ്കിലും ഭാര്യയായി മുഹമ്മദിനോടൊപ്പം ആയിഷ ജീവിക്കണമായിരുന്നു. അതിന് പ്രവാചകത്വാവകാശത്തിന്റെ ആദ്യ വർഷം തന്നെ മുഹമ്മദ് ആയിഷയെ വിവാഹം ചെയ്യേണ്ടിയിരുന്നു. എന്നാൽ ഖദീജ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മറ്റൊരു വിവാഹം ഇസ്ലാമിന്റെ പ്രവാചകനായ മുഹമ്മദിന് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ സാധിക്കുമായിരുന്നില്ല. ദരിദ്രനായിരുന്ന മുഹമ്മദ് അതിസമ്പന്നനായ ഖദീജയുടെ 3-ാം ഭർത്താവ് ആയതോടെയാണ് ദാരിദ്ര്യത്തിൽ നിന്നും പുള്ളിക്ക് മോചനം കിട്ടുന്നത്. ഖദീജ ജീവിച്ചിരിക്കെ വേറൊരു വിവാഹം മുഹമ്മദ് കഴിച്ചിരുന്നെങ്കിൽ ഖദീജയാൽ പുറന്തള്ളപ്പെടുകയും വീണ്ടും ദാരിദ്ര്യത്തിന്റെ നിലത്തിലാക്കയത്തിലേക്ക് തന്നെ വീണുപോവുകയും ചെയ്യുകയും മുഹമ്മദിന് നിവൃത്തിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഖദീജയുടെ മരണം വരെ ഏകപത്നി വ്രതക്കാരനായി കഴിയേണ്ട ഗതികേടുള്ള മുഹമ്മദിന് പിന്നെ എങ്ങനെയാണ് പ്രവാചക ലബ്ധിയുടെ ആദ്യ വർഷത്തിൽ തന്നെ ആയിഷയെ പോലൊരു ഇളം പെണ്ണിനെ ഭാര്യയായി നൽകാൻ അള്ളാഹുവിന് കഴിയുക? അള്ളാഹു അങ്ങനെ അങ്ങാനും കൊടുത്തിരുന്നുണ്ടല്ലോ, നല്ല പണിയും കിട്ടിയത്. എന്തൊക്കെയാണല്ലോ ഇളം പെൺകുട്ടികളെ മുഹമ്മദ് വിവാഹം കഴിച്ചിരുന്നത് എന്തിനാണെന്ന് നമുക്ക് വേറൊരു ഹദീസിൽ നിന്നൊന്ന് നോക്കാം. ഹദീസൊക്കെ ശ്രദ്ധിച്ച് കേൾക്കണേ സാറേ. ഇതെങ്ങനെയും കറങ്ങി തിരിഞ്ഞ് സാറിൻ്റെ എത്തുവാണോ ഒന്ന് നോക്കണേ. ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് നിവേദനം: ഞങ്ങൾ ഒരിക്കൽ റസൂലിന്റെ കൂടെ യുദ്ധത്തിലായിരുന്നു. ഞങ്ങൾ മടങ്ങിപ്പോരുമ്പോൾ പതുക്കെ നടക്കുന്ന എന്റെ ഒട്ടകപ്പുറത്ത് കയറി ഞാൻ വേഗത്തിൽ യാത്ര ചെയ്തു. എന്റെ പിന്നിൽ യാത്ര ചെയ്തിരുന്ന ഒരാൾ എന്റെ കൂടെ എത്തി. അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു വടി കൊണ്ട് എന്റെ ഒട്ടകത്തെ കുത്തി. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അത് റസൂലായിരുന്നു. ജാബിറെ, നിനക്ക് എന്താണ് ഇത്ര ധൃതി എന്ന് എന്നോട് നബി ചോദിച്ചു. ഞാൻ പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഞാൻ അടുത്ത കാലത്ത് വിവാഹം ചെയ്ത പുതുമാരനാകുന്നു. അപ്പോൾ നബി ചോദിച്ചു, കന്യകയാണോ അതോ വിധവയാണോ വിവാഹം കഴിച്ചത്? ഞാൻ പറഞ്ഞു, വിധവയെ. നബി പറഞ്ഞു, നിനക്ക് അവളോടും അവൾക്ക് നിന്നോടും കളിക്കാൻ പറ്റുന്ന ഒരു കന്യകയെ വിവാഹം ചെയ്യാമായിരുന്നില്ലേ? നിവേദകൻ പറഞ്ഞു, അങ്ങനെ ഞങ്ങൾ മദീനയിലെത്തിയപ്പോൾ ഞങ്ങൾ ഭാര്യമാരുടെ അടുത്തേക്ക് പോകാൻ ഉദ്ദേശിച്ചു. അപ്പോൾ നബി പറഞ്ഞു, നിങ്ങൾ രാത്രിയാകും വരെ സാവകാശം നൽകുക. അവരുടെ ചിതറിയ തലമുടികളും മറ്റും നേരെയാക്കുവാനും സ്വകാര്യ സ്ഥലങ്ങൾ വൃത്തിയാക്കുവാനും അവർക്ക് സമയം നൽകുക. സുഹീഹ് മുസ്ലിം വാല്യം 2 ഭാഗം 17 ഹദീസ് നമ്പർ 57. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? കന്യകയെ വിവാഹം ചെയ്താൽ അന്യോന്യം കളിക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ പറഞ്ഞ വ്യക്തി ആണ് 6 വയസ്സുകാരിയെ വിവാഹം കഴിച്ചത്. സമൂഹത്തിൽ നിന്നും ലഭിച്ച സന്ദേശം എന്താണെന്ന് അറിയാൻ ഇന്ന് ഗൾഫ് നാടുകളിലും ആഫ്രിക്കൻ മുസ്ലിം നാടുകളിലും നടക്കുന്ന ശൈശവവിവാഹത്തിന് നോക്കിയാൽ മതി. എന്തിനാ കേരളത്തിൽ വരെ ശൈശവവിവാഹം നടക്കുന്നുണ്ട്. ഓരോ പെൺകുട്ടികളും, മുസ്ലിങ്ങളായിട്ടുള്ള പെൺകുട്ടികള് അവരവരുടെ അനുഭവങ്ങള് സോഷ്യൽ മീഡിയ വഴി വരുമ്പോഴത്തേനും പറയുന്നുണ്ട്. 16 വയസ്സിൽ കെട്ടി, 17 വയസ്സിൽ കെട്ടി, 19 വയസ്സിൽ കെട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 19 വയസ്സിന് താഴെയും കെട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അത് അവരുടെ അനുഭവമാണ് ഈ പറയുന്നത്. കേരളത്തില് സർക്കാർ ശരിക്കും ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കേസ് കിട്ടുള്ളത് കിട്ടുമായിരിക്കാം. ഇതിന് മുസ്ലിങ്ങള് എന്തൊക്കെ ന്യായം പറഞ്ഞാലും മുകളിലെ ഹദീസില് മുഹമ്മദ് പറഞ്ഞു നോക്കുമ്പോൾ പിഞ്ചു കുഞ്ഞിനെ കേവലം ഇളം ശരീരത്തിൽ നിന്നും ലഭിക്കുന്ന ലൈംഗിക ആനന്ദം മാത്രമാണ് ഈ വിവാഹത്തിന്റെ പുറകിലെ ചേതോവികാരം എന്ന് മനസ്സിലാക്കാം. സാറിന് ഇപ്പൊ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായോ? സാറേ, ഇനി സാറ് പറഞ്ഞ കുറച്ച് ആൾക്കാരെ ഒന്ന് പരിചയപ്പെടാം. ആദ്യമായി കടന്നു വരുന്നത് വേറെ ആരുമല്ല, ചെസ് നമ്പർ 1 MM അക്ബർ. ഇനി അടുത്ത പ്രശ്നം ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിവാഹമാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിവാഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയുമായുള്ള വൈവാഹിക ജീവിതം ആരംഭിക്കുന്നത് 9ാമത്തെ വയസ്സിലാണ്.
ആയിഷ റളിയല്ലാഹു അൻഹയുമായുള്ള വൈവാഹിക നിശ്ചയം നടക്കുന്നത് 6-ാമത്തെ വയസ്സിലുമാണ്. അക്ബർക്കായും പറയുന്നത് 6 വയസ്സില് നിക്കാഹ് നടത്തിയതാണല്ലോ. അപ്പോൾ ഈ അലക്സാണ്ടർ സാറിന്റെ വാക്കുകളും പ്രകാരം ഇസ്ലാമിനെതിരായിട്ട് സംസാരിക്കുന്ന ആദ്യത്തെ വിഡ്ഢിക്കുഷ്മാണ്ട മലയാളക്കരയിൽ. ഇനി റഫീഖ് സലഫിക്ക് ചെസ് നമ്പർ 2 എന്താണ് പറയുന്നത് എന്നുള്ളത് കേൾക്കാം. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം 1000-ലധികം വർഷക്കാലമായി അവർക്ക് യാതൊരു നിലക്കുള്ള അഭിപ്രായ വ്യത്യാസവുമില്ലാതെ ഇജ്മാ ഉള്ള ഒരു കാര്യമാണ് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയുമായി വിവാഹ കരാർ ഉറപ്പിക്കുന്നത് 6-ാമത്തെ വയസ്സിലും അവർ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചത് 9-ാമത്തെ വയസ്സിലുമായിരുന്നു എന്ന കാര്യം. ആ വിഷയത്തിൽ മുസ്ലിമീങ്ങൾക്ക് തർക്കമില്ല, അഭിപ്രായ വ്യത്യാസമില്ല, സംശയമില്ല. റഫീഖ് സലഫിയും പറയുന്നത് 6 വയസ്സ് തന്നെയാണല്ലോ. ഇനി ചെസ് നമ്പർ 3 നിച്ചിന്റെ വലിയ പ്രവർത്തകൻ പറയുന്നത് എന്താണെന്നും കേൾക്കാം. കേട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച കാലഘട്ടത്തിൽ ഈ 9-ാമത്തെ വയസ്സിലും 10-ാമത്തെ വയസ്സിലും 8-ാമത്തെ വയസ്സിലെല്ലാം പെൺകുട്ടികൾ കല്യാണം കഴിക്കപ്പെടുക എന്നുള്ളത് സർവ്വസാധാരണമാണ്. ആയിഷ റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ അവർക്ക് വിവാഹാലോചനകൾ വന്നിരുന്നു. ഇതെന്താണ് കാണിക്കുന്നത്? പ്രവാചകൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് വേറെ വിവാഹാലോചനകൾ വന്നിരുന്നു. എന്തുകൊണ്ട് വന്നു? 9 വയസ്സ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 6 വയസ്സ് എന്ന് പറഞ്ഞാൽ, 7 വയസ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് ആ പ്രായത്തിൽ ആയിഷയെ കെട്ടിക്കാൻ പറ്റുമെന്ന് സമൂഹത്തിന് തോന്നിയിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ കുടുംബത്തിന് തോന്നിയിരുന്നു, ബാക്കിയുള്ളവർക്ക് തോന്നിയിരുന്നു. അതുകൊണ്ട് വിവാഹം അന്വേഷിച്ചു വന്നു. മുഹമ്മദ് നിക്കാഹ് കഴിക്കുന്നതിന് മുൻപേ തന്നെ നിക്കാഹിന് ആർക്ക് ആയിഷ ബീവിക്ക് ആലോചന വന്നിരുന്നു. 6 വയസ്സ് 9 വയസ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെ പ്രശ്നമാണ്. ഇനി അടുത്ത സാറിന്റെ വാക്കുകളിൽ നിന്ന് ചെസ് നമ്പർ അടുത്ത ആളാരാന്ന് നോക്കിയത്. മഹാത്മാഗാന്ധി കസ്തൂർബ ഗാന്ധിയെ വിവാഹം കഴിക്കുമ്പോൾ കസ്തൂർബ ഗാന്ധിക്ക് 13 വയസ്സ് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. മഹാകവി കുമാരനാശാന്റെ പത്നിയായ ഭാനുമതിക്ക് എത്ര വയസ്സ്? 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഭാനുമതിയെ മഹാകവി കുമാരനാശാൻ വിവാഹം കഴിക്കുന്നത്. ശ്രീനിവാസ രാമാനുജൻ, അതായത് ഗണിതത്തിലെ വലിയൊരു ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം ജാനകി അമ്മാളിനെ വിവാഹം കഴിക്കുമ്പോൾ ഭാര്യയ്ക്ക് 10 വയസ്സായിരുന്നു. ഹിന്ദുമത ആചാര്യനായ ശ്രീരാമകൃഷ്ണൻ പരമഹംസൻ ശാരദബായിയെ കല്യാണം കഴിക്കുമ്പോൾ 5 വയസ്സായിരുന്നു. ഇങ്ങനെ ചരിത്രത്തിലുടനീളം ഒരു 100-150 വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രങ്ങളിലൊക്കെ ഒരുപാട് ശാസ്ത്രജ്ഞന്മാരും എഴുത്തുകാരും രാജാക്കന്മാരും പ്രഗത്ഭരും എന്നല്ല, അന്നത്തെ ഒരു രീതി അങ്ങനെ തന്നെയാണ്. ചെറിയ വയസ്സിൽ വിവാഹം കഴിക്കുക എന്നുള്ളതാണ് അന്നത്തെ രീതി. ഒരു 100-150 വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ 1500 വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രം എന്തായിരിക്കണം? ഇതൊക്കെ പണ്ടക്കും പണ്ടേ നടന്നു വരുന്ന ഒന്നാണ്. പക്ഷേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകരുടെ വിവാഹ പ്രായം മാത്രം ചർച്ച ചെയ്യപ്പെടുന്നതിന്റെ ദുരുദ്ദേശം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതായാലും നിങ്ങൾ പ്രവാചകരെ കുറിച്ച് കൂടുതൽ പഠിക്കുകയാണ് വേണ്ടത്. മതത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും മതത്തെ ആ രൂപത്തിൽ വിലയിരുത്തുകയുമാണ് എല്ലാവരും ചെയ്യേണ്ടത് എന്ന് ഈ സമയത്ത് നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. 6 വയസ്സ് പഠിപ്പിക്കാൻ വേണ്ടി കുറെ പാടുപെടുന്നു പുസ്തു. അതിന് അദ്ദേഹം എന്ത് ചെയ്തു? പല ആൾക്കാരുടെയും പേരുകൾ പറഞ്ഞിട്ട് പറയുകയാണ് അദ്ദേഹം ആ വയസ്സിൽ കെട്ടി, ഈ വയസ്സിൽ കെട്ടി, അപ്പുറത്തെ വയസ്സിൽ കെട്ടി എന്നൊക്കെ. എന്റെ പൊന്നു ഉസ്താദെ, താങ്കൾ ഈ പറഞ്ഞ ആരും മുഹമ്മദിനെ പോലെ ഈ കാലഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സമുദായത്തിലേക്ക് വന്ന ഒരു പ്രവാചകനല്ല. അത് മനസ്സിലാക്കണം. അവരാരും ഈ കാലഘട്ടത്തിൽ ഒരു പുസ്തകമായിട്ട് ഇറങ്ങി അല്ലെങ്കിൽ ഒരു പുസ്തകം കൊണ്ടുപോയി കൊടുത്ത, അള്ളാഹു മലക്ക് വഴി കൊണ്ടുപോയി കൊടുത്ത ഒരു പുസ്തകം പോലെ ഒരു പുസ്തകമായിട്ട് വന്ന ആരുമല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ലോകത്തിന്റെ നേതാവാണെന്നൊന്നും അവർ പറഞ്ഞ് നടന്നുമില്ല. മനസ്സിലായോ? അപ്പോൾ ഇദ്ദേഹവും ആരായി? അലക്സാണ്ടർ ജേക്കബിന്റെ ഭാഷയിൽ ആരായെന്ന് ഇനി നിങ്ങൾ തന്നെ പറയും. ഞാൻ പറഞ്ഞിട്ടാ ഇനി പ്രശ്നമാണ്. ഇത് മൊത്തം എന്താണ്? ആയിഷ ബീവിയുടെ നിക്കാഹുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംസാരങ്ങളാണ്. കാര്യം മനസ്സിലായേ? ഇനി 23 വയസ്സുണ്ടെന്നാണ് ആര് പറഞ്ഞത്?
ആരാ പറഞ്ഞത്? ഇദ്ദേഹം പറഞ്ഞു നിക്കാഹ് ചെയ്യുന്ന സമയത്ത് അലക്സാണ്ടർ സാറിന്റെ ഭാഷയിൽ 23 വയസ്സുണ്ടെന്നാ പറഞ്ഞത്. കേട്ടല്ലോ, 23 വയസ്സുള്ള ഈ പെൺകുട്ടി ആര്? ആയിഷ ബീവി. അപ്പോൾ മുഹമ്മദ് മരിക്കുമ്പോൾ ആയിഷയ്ക്ക് എത്ര ആയിരുന്നു വയസ്സ്? അതൊന്ന് കേട്ടു നോക്കിയാലോ. കേട്ടോ. തങ്ങളുടെ ജീവിതം നോക്കിയാൽ, നമ്മളൊക്കെ ഭാര്യമാരോട് പെരുമാറുന്ന ശൈലി നോക്കിയാൽ എന്താ അവസ്ഥ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ വലിയ ബുദ്ധിമതിയാണ്, വലിയ സൂഫിയത്താണ്, വലിയ ദുആക്കുത്തരമുള്ളവരാണ്. അവരെ പറ്റി മാത്രം വാത് പറയാൻ തോന്നിപ്പോൾ അത്രയും വലിയ മഹതിയാണ്. എത്ര ദുആക്കുത്തരം കിട്ടിയ സംഭവം പറഞ്ഞാൽ അപ്പടി നടക്കും. അള്ളാഹുവിന്റെ പേര് പറഞ്ഞ അപ്പ കരഞ്ഞു പോകും. ഇങ്ങനത്തെ ഒരു പെണ്ണ് 18 വയസ്സാ മുത്തുനബി വഫാത്താകുമ്പോൾ പോയി 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 സാറേ, പണിവാളി. ഇസ്ലാമിക പണ്ഡിതന്മാരും ഇസ്ലാമിക പുസ്തകങ്ങളിലും പറയുന്നു, മുഹമ്മദ് വഫാത്താകുമ്പോൾ അല്ലെങ്കിൽ മുഹമ്മദ് നബി മരിക്കുമ്പോൾ, ഇസ്ലാമിന്റെ പ്രവാചകനായ മുഹമ്മദ് മരിക്കുമ്പോൾ ആയിഷ ബീവിയുടെ വയസ്സ് 18 വയസ്സിൽ മുഹമ്മദ് നബി വഫാത്തായി. പക്ഷെ ആയിഷയ്ക്ക് 23 വയസ്സായപ്പോൾ ഇദ്ദേഹം കെട്ടിയെന്നാണ് ഈ പറയുന്ന അലക്സാണ്ടർ സാറ് പറയുന്നത്. ഇനി ഒന്നുകൂടെ ഒന്ന് കേട്ടു നോക്കാം, ഉറപ്പിച്ചു പറയാം. കേട്ടോ. നരകത്തിന്റെ ശിക്ഷ നീ ഞങ്ങൾ കേൾക്കാതെ ഞങ്ങളെ കാത്തുരക്ഷിച്ചുവല്ലോ എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ ഓതി ഉമ്മ ഇങ്ങനെ കരയുന്നത് ഞങ്ങൾ കണ്ടു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ 18 വയസ്സാണ് ഹബീബ് വഫാത്താകുമ്പോ. ബീവി അതും കഴിഞ്ഞ് വീണ്ടും ഒരു 40 വർഷത്തിലേറെ ജീവിച്ചിട്ടുണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. ഏകദേശം 60 വയസ്സാകുമ്പോഴാ ബീവി ലോകത്തോട് വിട പറയുന്നത്. പിന്നെയും പോയല്ലോ സാറേ. 18 വയസ്സുള്ളപ്പോഴാണ് ആര് മരിക്കുന്നത്? മുഹമ്മദ് മരിക്കുന്നത്. ആര്? ആയിഷയ്ക്ക് 18 വയസ്സുള്ളപ്പോഴത്തേനും മുഹമ്മദ് നബി മരിച്ചു. ഈ മരിച്ചയാള് ആയിഷയ്ക്ക് 23 വയസ്സായപ്പോ പിന്നെ എണ്ണീറ്റ് വന്ന് ഒന്നുകൂടെ കല്യാണം കഴിച്ചെന്നാണോ അല്ലെങ്കിൽ നിക്കാഹ് ചെയ്തെന്നാണോ അലക്സാണ്ടർ സാറ് പറയുന്നത്? ആണോ സാറേ? സാറിന് കുറച്ചെങ്കിലും ബോധം ഉണ്ടാവുന്നൊക്കെ ഞാൻ കരുതിയത് കേട്ടോ. ഇത് ഒട്ടും ബോധമില്ലാതായി പോയല്ലോ സാറേ. കുറച്ചെങ്കിലും ഒക്കെ ഒരു മാന്യത കാണിക്കണ്ടേ? IAS എന്ന് പറയുന്നതിന്റെ ഒരു മാന്യതയല്ലേ സാറൊന്ന് കാണിക്കും. മനസ്സിലായോ? 6 വയസ്സുള്ള അല്ലെങ്കിൽ 5 വർഷവും 8 മാസവും ഉള്ള ഒരു പെൺകുട്ടിയെ മുഹമ്മദ് നിക്കാഹ് ചെയ്ത് ഇസ്ലാമിന് മാതൃക കാണിച്ചു കൊടുത്തിട്ടും ഇന്നും ആ മാതൃക പിൻപറ്റാത്ത അനേക മുസ്ലിങ്ങൾ നമ്മുടെ നടുവിലുണ്ട്. അവരുടെ ഇടയിലേക്ക് വന്നിട്ടാണോ സാറ് ഈ പറയുന്നത് 23 വയസ്സെന്ന്? ഇത്രത്തോളം മാതൃക കാണിച്ചു കൊടുത്ത മുഹമ്മദിനെ പിൻപറ്റാത്ത മുസ്ലിങ്ങൾ, മുഹമ്മദിനെക്കാളും ധാർമ്മികത കൂടിയ മുസ്ലിങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കെ സാറ് വന്നിട്ട് എന്തിനാ സാറേ ഇങ്ങനെ കള്ളത്തരം പറയുന്നത്? ഇതാണോ സാറേ ഒരു ധാർമ്മികത? ഇതാണോ ഒരു മനുഷ്യനെ എന്താക്കാണ്ട് ഒരു മൊറാലിറ്റി ഒക്കെ വേണ്ടേ? അവനവന്റെ ആ ഒരു നട്ടല് നിവർത്തി എന്ന് പറയാന്നുള്ളൊക്കെ വേണ്ട സാറേ. 23 വയസ്സ്. ഇപ്പൊ ഇസ്ലാമിലെ ആൾക്കാര് പറയുന്നതെല്ലാം ഇപ്പോൾ ആർക്കും വിലക്കെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലായപ്പോൾ കുറച്ച് കൂലി എഴുത്തുകാരെ കൊണ്ടുവന്നിട്ട് ഈ പരിപാടിയൊക്കെ ചെയ്യിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് അജീപോളും പ്രദീപും ജേക്കബും ഒക്കെ വീണുപോയി. റജി ഉത്തരാഖണ്ഡും ഒക്കെ ഇതിനു വേണ്ടി ഇങ്ങനെ നടക്കുകയാണ്. അള്ളാഹുവും യഹോബ ഒന്നാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് യഹോബയുടെ അതേ ഗുണങ്ങളെല്ലാം അള്ളാഹുവിനുണ്ടെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന അങ്ങനെ കുറെ എണ്ണമൊക്കെ വന്നിട്ടുണ്ട്. എന്ത് ചെയ്യാനാണ്? നിങ്ങൾക്ക് അയ്യോ കഷ്ടം എന്നേ പറയാനുള്ളൂ. അതുകൊണ്ട് എന്നെ കേട്ട എല്ലാവരോടും പറയാണ്, ഇത്തരം കാര്യങ്ങളുമായിട്ട് ഏതെങ്കിലും ഒരു ടീം വന്നിട്ട് നിങ്ങളുടെ 23 വയസ്സാണ് ആയിഷയ്ക്ക് 16 വയസ്സാണെന്നൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ സ്വഹീഹുൽ ബുഖാരിയും മുസ്ലിമും ഖുറാനും സ്വഹീഹുൽ ബുഖാരിയും മുസ്ലിമും കഴിഞ്ഞല്ലേ അലക്സാണ്ടർ ജേക്കബ് ആണേലും ഉള്ളത്. സാറിനോടൊരു കാര്യം പറയാം. സാർ എത്രത്തോളം അവർക്ക് വേണ്ടി വാദിച്ചാലും ഇനി എത്രത്തോളം മുസ്ലിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന എല്ലാ ക്രിസ്ത്യാനികളോടും പറയുകയാണ്, അവർ ഫാത്തിഹ ഓതുമ്പോൾ നിങ്ങളെ പ്രാകാതിരിക്കൂല. മനസ്സിലായോ? വഴിപിഴച്ചവരാരാണെന്നുള്ളത് ഇസ്ലാമിക പണ്ഡിതന്മാർ എല്ലാവരും ഒരുപോലെ പറയുന്നു ക്രിസ്ത്യാനികളാണെന്ന്. സാറൊരു ക്രിസ്ത്യാനിയല്ലേ?
എന്ന് ഞാൻ കരുതുന്നില്ല. ഇനി സാറ് കരുതിക്കോ. സാറ് ഇനി ഒരു ക്രിസ്ത്യാനിയാണെന്നുണ്ടെങ്കിലും എൻ്റെ പൊന്നു സാറേ, ഈ വഴിപിഴച്ചവരുടെ കൂട്ടത്തിലാണ് സാറ് കിടക്കുന്നത്. ബഹുദൈവ വിശ്വാസികൾ അശുദ്ധരാന്ന് പറഞ്ഞിരിക്കുന്നവരുടെ സാറ് കിടക്കുന്നത്. അതുകൊണ്ട് സാറിനോടൊരു ഉപദേശം തരാം, അല്ലെങ്കിൽ സാറിനെ പോലെ ഇങ്ങനെ ഇസ്ലാമിന് വേണ്ടി വാദിച്ച് നടക്കുന്നവർക്ക് ഒരു ഉപദേശം തരാം. കർത്താവിനോട് ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ച് ഇന്ന് വരെ പറഞ്ഞ എല്ലാ കള്ളത്തരങ്ങളും ഏറ്റുപറഞ്ഞ് നല്ലൊരു മനുഷ്യനാകുക. അതുകൊണ്ട് എന്നെ കേട്ട എല്ലാവരോടും പറയാണ്, അലക്സാണ്ടർ സാറിന് ഒരു മറുപടി കൊടുക്കണമെന്നുള്ള ഇതൊന്നും എനിക്കില്ല. പക്ഷെ ഒരു കാര്യം, ഇത്തരം കള്ളത്തരങ്ങൾ, ഇങ്ങനെ പടുകള്ളത്തരം പറഞ്ഞ് മറ്റുള്ളവരിൽ നിന്ന് കയ്യടി നേടാൻ, ഇസ്ലാമിന്റെ ആൾക്കാരിൽ നിന്നും ബൊക്ക, ഹാരം ഇതൊക്കെ മേടിക്കാൻ വേണ്ടി സാറ് പറഞ്ഞ അതേ വാക്ക് ആയി തീരല്ലേ എന്ന് ഞാൻ സാറിനോട് പറയാണ്. സാറിനെ എല്ലാ രീതിയിലും ദൈവം അനുഗ്രഹിക്കട്ടെ. ബുദ്ധിയും ജ്ഞാനവും എല്ലാം ഉണ്ടാകാൻ, സത്യമായതിനെ തെരഞ്ഞെടുക്കാൻ, യേശുവിനെ തെരഞ്ഞെടുക്കാൻ സാറിനെയും എന്നെ കേട്ട എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്ന വാക്കുകൾ നിർത്തുന്നു.